കുറ്റിപ്പുറം രാങ്ങാട്ടൂർ കമ്പനിപ്പടിയിലെ 100ഓളം കുടുംബങ്ങളുടെ വഴിയടയ്ക്കാനുള്ള റെയിൽവേ നീക്കത്തിൽ പ്രതിഷേധിച്ച് CPIM നേതൃത്വം സ്ഥലത്തെത്തി. ബദൽ മാർഗം സ്വീകരിക്കാൻ റെയിൽവേ തയ്യാറാവണമെന്നും പഞ്ചായത്ത് മൗനം വെടിയണമെന്നും നേതാക്കൾ പറഞ്ഞു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും SFI അഖിലേന്ത്യാ അധ്യക്ഷനുമായ VP സാനു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VP സക്കറിയ, KP ശങ്കരൻ, ഏരിയ സെക്രട്ടറി VK രാജീവ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VK രാജേന്ദ്രൻ, KA സക്കീർ എന്നിവരാണ് കുനമ്പാടം പ്രദേശത്ത് എത്തിയത്. ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേതാക്കൾ ചർച്ച ചെയ്തു. 30 SC കുടുംബങ്ങളടക്കം താമസിക്കുന്ന പ്രദേശത്തേക്കുള്ള വഴിയാണ് രാങ്ങാട്ടൂർ കമ്പനിപ്പടിയിൽ റെയിൽവേ പൂർണ്ണമായും അടയ്ക്കാൻ തീരുമാനിച്ചത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കുറ്റിപ്പുറം പഞ്ചായത്തിൽ 23-ാം വാർഡിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന കുനമ്പാടം പ്രദേശത്തേക്ക് വാഹനങ്ങൾ എത്തിക്കാൻ മറ്റൊരു വഴിയൊരുക്കാൻ പഞ്ചായത്തും ഇതുവരെ തയ്യാറായിട്ടില്ല. ബദൽ മാർഗം ഒരുക്കാൻ റെയിൽവേ തയ്യാറാകണമെന്നും പഞ്ചായത്ത് മൗനം വെടിയണമെന്നും നേതാക്കൾ പറഞ്ഞു. 300ഓളം വരുന്ന മനുഷ്യരുടെ യാത്രാ സൗകര്യത്തിനാണ് ഇപ്പോൾ തടസ്സം നേരിടുന്നത്. ഇതില് റെയിൽവേ കണ്ടുമൂക്കില്ലാത്ത നടപടിയാണ് സ്വീകരിക്കുന്നത്. വാദം അത് അനുവദിച്ചു കൊടുക്കാവുന്നതല്ല. റെയിലിന്റെ മുകളിൽ ശരിയാണ്, ട്രെയിൻ വളരെ സ്പീഡിലാണ് പോകുന്നത്, ക്രോസ് ചെയ്യുന്ന ആളുകൾ ക്രോസ് ചെയ്യുന്നതൊക്കെ പ്രയാസം ഉണ്ടാക്കുന്നതാണെന്നൊക്കെ ശരിയാണ്. പക്ഷെ ഇപ്പുറത്ത് ഇത്രയും ആളുകൾക്കുള്ള ഒരു സഞ്ചാര സ്വാതന്ത്ര്യം ഒറ്റയടിക്കങ്ങ് തടസ്സപ്പെടുത്തുക എന്നുള്ളത് പ്രായോഗികമല്ല. അപ്പൊ എന്താണ് അതിന്റെ പോം വഴി അവർക്ക് യാത്ര ചെയ്യുന്നതിനുള്ളത് റെയിൽവേയുടെ കൂടി സഹായത്തോടു കൂടിയാണ് നടപ്പാക്കാൻ കഴിയുള്ളൂ. അതിനുള്ള മുൻകൈ CPM എടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. രണ്ടാമത്തെ ഒരു പ്രശ്നം, പഞ്ചായത്തിന് തന്നെ ഒരു വലിയ റോളുണ്ട്. തൊട്ടപ്പുറത്താണ് ചെമ്പിക്കൽ പ്രദേശം. ചെമ്പിക്കൽ പ്രദേശം നടുവട്ടം മേഖലയിലേക്കാകെ ഇതുപോലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടായ ഒരു സമയത്ത് അന്ന് ആ സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്നത് അതവനാട്, നടുവട്ടത്തിന്റെ മണിയങ്കാട്, നടുവട്ടം, കുളത്തോൾ, ഊരത്തുപുള്ളിയാൽ, പകരനെല്ലൂർ, പാഴൂർ ഈ ഉൾപ്പെടുന്ന ഒരു മേഖലയാകെ മനുഷ്യന് ഒരു വാഹനവും കടക്കാൻ കഴിയാത്തൊരു കാലത്ത് അന്ന് അതിന് റെയിൽവേ ഗേറ്റിനുള്ള മുൻകൈ എടുത്തത് CPM-ന്റെ നേതാവായ സഖാവ് രാമേന്ദ്രനാണ്. അന്ന് അദ്ദേഹം മുൻകൈയെടുത്ത് പഞ്ചായത്ത് പണം കെട്ടിവെക്കേണ്ട അവസ്ഥ വന്നപ്പോൾ ആ പണം കെട്ടിവെക്കാൻ പഞ്ചായത്ത് ബോർഡ് തീരുമാനം എടുത്തിട്ട് കൂടിയാണ് അന്ന് അവിടെ റെയിൽവേ ഗേറ്റ് വന്നത്. അതുകൊണ്ട് ഇപ്പോ ഗ്രാമപഞ്ചായത്തിൽ കണ്ടില്ല, അറിഞ്ഞില്ല, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള രൂപത്തിൽ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അതവർ തിരുത്തണം. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.